എല്ലാവർക്കും നമസ്കാരം. വേദയുടെയും വിക്രത്തിൻ്റെയും പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ വേദയോടുള്ള ദേഷ്യമൊക്കെ മാറി ചെറുതായിട്ട് നമ്മുടെ വേദയോട് നമ്മുടെ വിക്രത്തിന് ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം കാണാൻ സുന്ദരി തന്നെയാണ്. അതുമാത്രമല്ല എല്ലാവരെയും നന്നായിട്ട് കെയർ ചെയ്യാനും എല്ലാവരോടും നല്ലപോലെ പെരുമാറാനൊക്കെ ഇവൾക്ക് കഴിയുന്നുണ്ട്. നല്ല അടക്കം ഒതുക്കമുള്ള കുട്ടിയാണ്. അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും കൊണ്ടും നല്ലൊരു പെൺകുട്ടി തന്നെയാണ് വേദ എന്നുള്ള കാര്യം വിക്രം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ വിക്രത്തിനാണെങ്കിൽ വേദേനെ മറ്റാരും ചീത്ത പറയണതോ വഴക്ക് പറയണതോ ജോലി എടുപ്പിക്കുന്നതോ ഒന്നും നമ്മുടെ വിക്രത്തിന് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വിക്രമത്തിൻ്റെ ചേച്ചി നന്ദിനി ചേച്ചിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വേദനെ കൊണ്ട് അത് ഇത് ഇങ്ങനെയല്ല അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വേദനെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കുന്നത് നമ്മുടെ വിക്രം കാണുകയാണ് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നന്ദിനിയുടെ അടുത്ത് വന്നിട്ട് പറയും, ഇതൊക്കെ ചേച്ചിക്ക് തന്നെ ചെയ്തുകൂടെ? ഇവൾ വലിയ വീട്ടിൽ ജീവിച്ച് വളർന്നതാണ്. ഇവളുടെ കാര്യങ്ങളെല്ലാം അവിടെയുള്ള ജോലിക്കാരാണ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ ഇവളെ കൊണ്ട് ഇവിടെ ചെയ്യിപ്പിക്കണത് അത് മോശമാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഒന്നും അല്ലെങ്കിലും ചേച്ചിയേക്കാളും നല്ല പഠിപ്പും വിവരമൊക്കെ ഉള്ള ഒരാളല്ലേ, ഇങ്ങനെയൊന്നും ചെയ്യിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞ് നന്ദിനിയുടെ അടുത്ത് നമ്മുടെ വിക്രം ചാടിക്കടിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് നമ്മുടെ വേദയ്ക്ക് എന്തു പറയണമെന്ന് അറിയേണ്ട വേദ ഇങ്ങനെ വായ തുറന്ന് നിൽക്കുകയാണ്. ഇത് വിക്രം തന്നെയാണോ ഈ പറയുന്നതെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വേദയുടെയും വിക്രത്തിൻ്റെയും പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.